ഹായ് ഫ്രണ്ട്സ്, ബോണി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലീനിയർ റിഗ്രഷന്റെ സൈക്കിറ്റ് ലേൺ മോഡൽ നമ്മൾ ചെയ്തു. എന്നാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രി വർക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൈക്കിൾ ലേണിനായിട്ടുള്ള കൂടുതൽ ലീനിയർ റിഗ്രഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യൽ സ്റ്റാർസ് മോഡലിലാണ് നമ്മൾ സോൾവ് ചെയ്യൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ലീനിയർ റിഗ്രഷൻ മോഡലിൽ തന്നെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഫീച്ചേഴ്സ് x1 w1 w2 എക്സെട്ര wn ഈക്വൽ ടു y ഇങ്ങനെയാണല്ലോ. ഇതാണല്ലോ ലീനിയർ റിഗ്രഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ w1 w2 നമുക്ക് തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 10,000s ഓഫ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഓരോ റിയൽ വേൾഡ് കേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഫീച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താക്കണം, അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർസ് മോഡൽ. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കണ്ടുപിടിക്കലാണ് സ്റ്റാർസ് മോഡലിൽ നമ്മൾ റിയൽ വേൾഡിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു മോഡൽ കിട്ടും. ആ മോഡൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം, വേണമെങ്കിൽ സൈക്കിളിലാണ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ സ്റ്റാർസ് മോഡലിൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡിക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ലൈഡിൽ കാര്യങ്ങളൊക്കെ പറയും, സൈക്കിൾ ലേണിൻ്റെയും സ്റ്റാർസ് മോഡലിൻ്റെയും ഡിഫറൻസ് പറയും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കൊലാബിൽ ഇത് ചെയ്യും. അത്രയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലീനിയർ റിഗ്രഷൻ. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സൈക്കിൾ ലേൺ ലീനിയർ റിഗ്രഷന് ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് സൈക്കിൾ ലേൺ പാക്കേജിലാണ്. എന്നാൽ സ്റ്റാർസ് മോഡലിലാണെങ്കിൽ നമ്മൾ OLS യൂസ് ചെയ്തിട്ടാണ്, OLS പാക്കേജാണ് നമ്മൾ സ്റ്റാർട്ട് മോഡലിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് OLS യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പർപ്പസ് ഇതിൻ്റെ സൈക്കിൾ ലേണിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഫോക്കസ്ഡ് ആണ്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഫോക്കസ്ഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്നൊക്കെ നമുക്ക് കൊളാബ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, API സ്റ്റൈല് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, അഥവാ നമുക്ക് ഫിറ്റ് പ്രെഡിക്റ്റ് എന്നുള്ള ഒബ്ജക്റ്റുകൾ ഓറിയൻറ്റഡ് API സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ OLS മോഡൽ OLS ഫിറ്റ് ഫോർമുല ബേസ്ഡ് ആണ്. ഓക്കെ, മോഡൽ ഔട്ട്പുട്ട് വരുന്നത് കോഎഫിഷ്യൻറ്റും ഇൻ്റർസെപ്റ്റും. ഇത് രണ്ട് നമ്മൾ ചെയ്തതാണ്. സൈക്കിൾ ലേണിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടതാണ്, ഇൻ്റർസെപ്റ്റും കണ്ടതാണ്. മോഡൽ ഡോട്ട് കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുപോലെ മോഡൽ ഡോട്ട് ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറിയാണ്. കോഎഫിഷ്യൻ്റ്, പി വാല്യൂ, ടി വാല്യൂ, ആർ സ്ക്വയർ, അത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ നമുക്ക് അതിൽ കിട്ടും സ്റ്റാർട്ട് മോഡലിൽ. അത് നമുക്ക് കൊളാബ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇൻ്റർപ്രെറ്റബിലിറ്റി മിനിമൽ നോ പി വാല്യൂ, നോ സമ്മറി ഒന്നും കിട്ടില്ല. മിനിമൽ ഇൻ്റർപ്രെറ്റബിലിറ്റിയാണ് കിട്ടില്ല. എന്നാൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർപ്രെറ്റബിലിറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർസ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈസ് ഓഫ് യൂസ്, ഈസിയർ ഫോർ ബിഗിനേഴ്സ് ആൻഡ് മെഷീൻ ലേണിംഗ് ML പൈപ്പ്ലൈൻസ്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ എളുപ്പം സൈക്കിൾ ലേൺ. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത നമ്മളെ ലൈബ്രറിയിൽ നിന്ന് ഡയറക്റ്റ് കോൾ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇതാണെങ്കിൽ ഗ്രേറ്റ് ഫോർ ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊഡിക്ഷന് നമുക്കറിയാം ഡോട്ട് പ്രൊഡിക്റ്റിലാണ് സൈക്കിൾ ലേണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോട്ട് പ്രൊഡിക്റ്റ്, അതാണ് സൈക്കിൾ ലേണിൽ നമ്മൾ യൂസ് ചെയ്തത്. എന്നാൽ ഡോട്ട് പ്രൊഡിക്റ്റ് എക്സ് ആഫ്റ്റർ മാനുവൽ ഡിസൈൻ മാട്രിക്സ് ക്രിയേഷൻ ആണ്. മാനുവൽ ഡിസൈൻ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, അതിന് ശേഷമാണ് നമ്മൾ ഡോട്ട് പ്രൊഡിക്റ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൈ കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ്, ഹാൻഡ്ലിംഗ് കാറ്റഗറി ഫീച്ചറാണ് മാനുവൽ എൻകോഡിങ്, വൺ ഹോട്ട് എൻകോഡർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. എന്നാൽ ഓട്ടോമാറ്റിക്കലി വിത്ത് ഫോർമുല സി ഫീച്ചേഴ്സ് ആണ്, അത് നമുക്ക് ഹാൻഡ്ലിംഗ് കാറ്റഗറി ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്.
support for inference, support for inference p-value ci no p-value ഒന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല no unless using additional package. എന്നാൽ ഈ p-value t-value ഒക്കെ നമുക്ക് ഈ എന്തിൽ കിട്ടും സ്റ്റാറ്റ്സ് മോഡലിൽ കിട്ടും. റെഗുലറൈസേഴ്സ് സപ്പോർട്ട് yes ആണ്. റിജിഡ് ലാസോ ഇലാസ്റ്റിക് നെറ്റ് ഒക്കെ യൂസ് ചെയ്യാം. റെഗുലറൈസേഷൻ ഡയറക്റ്റ്ലി ഒരു റെഗുലറൈസേഷനും ഇല്ല. ഓക്കെ, ഇന്റഗ്രേഷൻ ഈസി വിത്ത് പൈപ്പ്ലൈൻ ഗ്രിഡ് റിസർച്ച് ഒക്കെ പറഞ്ഞു. സൂട്ടബിൾ ഫോർ ലാർജ് not suitable for large scale ML pipeline ഇത് suitable അല്ല. ഓക്കെ, ലാർജ് സ്കെയിൽ പക്ഷെ നേരത്തെ നമുക്ക് ലാർജ് സ്കെയിലിൽ തന്നെ ലാർജ് ഡാറ്റകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആണ്. ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ് പ്രോപ്പർട്ടീസ് ആണ്. സ്പീഡ് ഓഫ് പെർഫോമൻസ് ഒപ്റ്റിമൈസ് പെർഫോമൻസ് ആണ്. സ്ലൈറ്റ്ലി സ്ലോ ആണ്, കാരണം ഒരുപാട് കാൽക്കുലേഷൻ അതിൽ വരുന്നുണ്ട്. ഡാറ്റ ഫോർമാറ്റ് നമ്പേഴ്സിലാണ്, സൈക്കിളിലാണ്. അതുപോലെ പാണ്ടാസ് ഡാറ്റ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. പാണ്ട ഡാറ്റ ഫ്രെയിം മെയിൻലി പാണ്ട ഡാറ്റ ഫ്രെയിമും അതിൻ്റെ ഫോർമുല ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് സൈക്കിൾ ലേണിംഗ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. യു ആർ ബിൽഡിംഗ് മെഷീൻ ലേണിംഗ് മോഡൽ ഫോർ പ്രഡിക്ഷൻ പർപ്പസിന് മാത്രമാണെങ്കിൽ നമ്മൾ സൈക്കിൾ ലേണിംഗ് യൂസ് ചെയ്യും. യു നീഡ് ക്രോസ് വാലിഡേഷൻ പൈപ്പ് ലൈൻ ഡിപ്ലോയ്മെന്റ് റെഡി കോഡ് അങ്ങനത്തെ സിറ്റുവേഷനിൽ യു ഡോണ്ട് നീഡ് സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ്. ആ സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് p-value കോൺഫിഡൻസ് ഇന്റർവെല് ഇതൊക്കെ ഡാറ്റാ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഡാറ്റാ സയന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഡീപ്പ് ഡൊമൈൻ നോളജ് ഒന്നും ആവശ്യമില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് സൈക്കിൾ ലേണിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, SQL എന്ന് പറഞ്ഞാൽ സൈക്കിൾ ലേണിന്റെ ഷോർട്ടാണ് കേട്ടോ. സ്റ്റാറ്റ് മോഡൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂണിറ്റ് സ്റ്റാറ്റിക്കൽ ഇൻസൈറ്റ് മോഡൽ ഡയഗ്നോസിസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അങ്ങനത്തെ പർപ്പസിലൊക്കെയാണ് യൂസ് ചെയ്യല്. ഹൈപ്പോത്തറ്റിക് ടെസ്റ്റിംഗ് ഡാറ്റാ സയന്റിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡാറ്റാ സയന്റിസ്റ്റ് ഹൈപ്പോത്തറ്റിക് ടെസ്റ്റുകൾ ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അതേപോലെ തന്നെ p-value ഇതെല്ലാം ഹൈപ്പോത്തറ്റിക് ടെസ്റ്റിലാണ്. അനോവ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന അതിൻ്റെ എല്ലാം ഔട്ട്പുട്ടിൽ ഇൻഫറൻസ് ആയിട്ട് വരുന്ന z-value, t-value, p-value ഇതെല്ലാം നമുക്ക് സ്റ്റാറ്റ് മോഡൽസ് കിട്ടും. യു ആർ വർക്കിംഗ് വിത്ത് അക്കാഡമിക് റിസർച്ച് ലെവൽ അനാലിസിസ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റ് മോഡലാണ്. SQLന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫ്രം എന്ന് പറഞ്ഞിട്ട് SQLN ഡോട്ട് ലീനിയർ അണ്ടർസ്കോർ മോഡൽ ഇമ്പോർട്ട് ലീനിയർ റിഗ്രഷൻ ചെയ്യും. ദെൻ മോഡൽ എന്നുള്ള ഒരു ബ്ലാങ്ക് ഒബ്ജക്റ്റിലേക്ക് ലീനിയർ റിഗ്രഷനെ ലോഡ് ചെയ്യും. എന്നിട്ട് മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ്പ്ലെയിൻ വഴി ഫിറ്റിങ് ചെയ്യും. എന്നിട്ട് പ്രിന്റ് ഏതാണ് മോഡൽ ഡോട്ട് കോഫിഷ്യന്റ് നേരത്തെ പറഞ്ഞില്ല, മോഡൽ ഡോട്ട് ഇന്റർസെപ്റ്റ്. അതുപോലെ y is equal to mx plus c. ഇതിലെ ഇതാണ് c ആണ് ഇന്റർസെപ്റ്റ്, c ആണ് ഇന്റർസെപ്റ്റ്, m കോഫിഷ്യന്റ്, എക്സിന്റെ കോഫിഷ്യന്റ് ആണ്, m is സ്ലോപ്പ്. സോറി, ഒറ്റ മിനിറ്റ്. അതുതന്നെയാണ് y is equal to mx plus c. അഥവാ സ്ലോപ്പ് ഇതന്നെയാണ് ഈ കോഫിഷ്യന്റ്, മോഡൽ ഡോട്ട് കോഫിഷ്യന്റ്, ഇത് ഇന്റർസെപ്റ്റ്. ഈ ഇക്വേഷനാണ് ജനറൽ ആയിട്ട് നമ്മൾ ഈ ലീനിയർ റിഗ്രഷന്റെ ഇക്വേഷൻ സ്ട്രേറ്റ്. പക്ഷെ മെഷീൻ ലേണിംഗിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? w is equal to w1
എക്സ് പ്ലസ് W2 എക്സ് പ്ലസ് W0 ഈ രീതിയിൽ എഴുതും. അത്രേ ഉള്ളൂ, സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കോഎഫിഷ്യൻ ഈ W1 W2 പോലത്തെ കോഎഫിഷ്യൻ്റ് ആണ് ഈ മോഡൽ ഡോട്ട് കോഎഫിഷ്യൻ്റ്. ഈ W0 ആണ് മോഡൽ ഡോട്ട് ഇന്റർസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റ് മോഡലാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് പറഞ്ഞിട്ട് സ്റ്റാറ്റ് മോഡൽ ഡോട്ട് API SM, അതേപോലെ എക്സ് കോൺസ്റ്റന്റ് എന്നുള്ള ഈ എക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാങ്ക് ഒബ്ജക്റ്റ് ആണ്, ഇതേപോലത്തെ മോഡലിന് എഴുതിയില്ല അതേപോലത്തെ ബ്ലാങ്ക് ഒബ്ജക്റ്റ്. അതിലേക്ക് SM ഡോട്ട് ആഡ് കോൺസ്റ്റന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ആഡ് ചെയ്യും. നെക്സ്റ്റ് മോഡൽ സീക്രട്ട് ഇവിടെ മോഡലിനല്ല കൊടുത്തത്, ഇവിടെ ഫിറ്റ് ആയിരുന്നെങ്കിൽ ഫിറ്റിന് പകരം SM ഡോട്ട് OLS ലൈബ്രറി എടുക്കും, അതിൽ എക്സ് കോൺസ്റ്റന്റ് ഡോട്ട് ഫിറ്റ് ശേഷം ഫിറ്റ് കൊടുക്കും. ദെൻ പ്രിന്റ് മോഡൽ ഡോട്ട് സമ്മറി. ഈ സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി വാല്യൂ സെറ്റ് ടി വാല്യൂ അങ്ങനെ കുറേ സമ്മറികൾ കിട്ടും. അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് സ്റ്റാറ്റ് മോഡൽ പൈത്തൺ മൊഡ്യൂൾ വിത്ത് സ്റ്റാറ്റിക്കൽ ഫംഗ്ഷൻ. ഓക്കെ, സ്റ്റാറ്റ് മോഡൽ ലൈബ്രറി OLS അഥവാ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ. ഈ OLSന്റെ ഫുൾ ഫോം ആണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ. OLS refer the method estimating the parameter of linear regression by minimizing the sum of square residual. Method estimating the parameter of a linear regression. Linear regression equation parameter estimate ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. by minimizing the sum of square error, sum of square residuals. Error means residuals. sum of square error മിനിമൈസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ OLS ഡിഫറെൻറ്റ് ഫ്രം ലീനിയർ റിഗ്രഷൻ നമ്മൾ പറഞ്ഞു. ഇതിൽ മെയിനായിട്ട് OLS SQLാണ് അഡീഷണലി ഓഫർ അഡീഷണൽ ഫീച്ചേഴ്സ് ഫംഗ്ഷൻ ലൈക്ക് ഫീച്ചർ സ്കെയിലിംഗ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ച റെഗുലറൈസേഷൻ, ക്രോസ് വാലിഡേഷൻ, ഇവാലുവേഷൻ, മെട്രിക്സ് സംഭവങ്ങളൊക്കെ SQLാണ് അവൈലബിൾ. എന്നാൽ OLSൽ ഇതൊന്നും അവൈലബിൾ ഇല്ല, ഈ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ ഇല്ല. പക്ഷെ ഇതിന് പുറമെ ഉള്ള ഫീച്ചേഴ്സുകളാണ് OLSൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കുന്ന വെച്ചാൽ OLS സ്റ്റാറ്റ് മോഡൽസ് എങ്ങനെ നമ്മൾ അപ്പോൾ ഈ OLS മെത്തേഡ് മീൻസ് സ്റ്റാറ്റ് മോഡലിൽ നമുക്ക് ഈ എന്താ നമ്മളെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാലോ, W1 x1 പ്ലസ് W2 x2 പ്ലസ് W3 x3 പ്ലസ് W0 is equal to 0 ആണ് നമ്മളെ മെയിൻ ഇക്വേഷൻ. ഇത് W1 x1 പ്ലസ് W2 x2 പ്ലസ് W3 x3 പ്ലസ് W0 equal to 0. ഇതാണ് ലീനിയർ 0 അല്ല പ്രഡിക്റ്റ് വാല്യൂ y. ഓക്കെ, ഇതാണ് ലീനിയർ റിഗ്രഷൻ്റെ ഇക്വേഷൻ. പക്ഷേ ഈ ഒരു ഇക്വേഷന് നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യണമെങ്കിൽ SQL ആണ്, അഥവാ സൈക്കിറ്റ് ലേണിലെ നമുക്കിത് W0 ഉള്ള ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ സ്റ്റാറ്റ് മോഡൽസിൽ ഈ W0 എന്നുള്ള അഥവാ ഇന്റർസെപ്റ്റിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇന്റർസെപ്റ്റിനെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അഥവാ നമ്മളെ ഫീച്ചേഴ്സിൽ x1 x2 x3 y എന്നുള്ള രീതിയിലേ ഉണ്ടാവുള്ളൂ. ഇന്റർസെപ്റ്റിന് ഈ ഇന്റർസെപ്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റ് മോഡലിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അഡീഷണൽ XY എന്നുള്ള ഒരു കോഎഫിഷ്യന്റ് നമ്മൾ XY എന്നുള്ള ഒരു ഫീച്ചേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ XY is equal to 0. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ XYക്ക് നമ്മൾ XY is equal to 1 ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ എന്താ ഈ ഇക്വേഷൻ നമുക്ക് കോഎഫിഷ്യന്റ് ഒഴിവായ ഇന്റർസെപ്റ്റ് ഒഴിവായ ഇക്വേഷൻ ആയിട്ട് കിട്ടി. എന്നിട്ട് അതൊരു ട്രിക്കാണ്. ഓക്കെ, ഈ ട്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റ് മോഡലിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തത്. എന്നാലും രണ്ടിൻ്റെ ഔട്ട്പുട്ട് രണ്ടും SQL ഉണ്ട്. സ്റ്റാറ്റ് മോഡൽ ഇങ്ങനെ ആഡ് ചെയ്താൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് ശരിയാണ്, കറക്റ്റായിട്ടേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പരിപാടിയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ XY എന്നുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കി 1 എന്ന് കൊടുത്തു.
എന്നിട്ട് ഈക്വേഷൻ. എന്നാൽ ഇങ്ങനെ ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലീനിയർ ഇതെങ്ങനെ കൊളാബിൾ ചെയ്യാമെന്ന് പറയുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ കുറച്ച് അസ്യൂംഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റ സയൻസ് പഠിച്ചപ്പോൾ നമ്മൾ അസ്യൂംഷൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ലീനിയർ റിഗ്രഷനിലെ അസ്യൂംഷൻ എന്നാണ് നമ്മൾ ഓൾ കോളംസ് ആർ ഇറലവൻ്റ് എന്നായിട്ടാണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, നമ്മൾ അസംഷൻ എടുക്കുന്നത്. എന്നിട്ട് ദാറ്റ് മീൻസ് ഇതാണ് നമ്മളെ H0 നൾ ഹൈപ്പോത്തിസിസ്. ഇതെന്താണെന്നുള്ളത് ഡാറ്റ സയൻസ് ക്ലാസ്സിലാണ് നമ്മൾ പറയല്. ഓക്കെ, അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ നമുക്കൊരു 100 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ലീനിയർ റിഗ്രഷനിൽ ഉണ്ടെങ്കിൽ ആ 100 ഫീച്ചേഴ്സും നമ്മൾ എന്താക്കിയിരിക്കും, റിലവൻ്റ് കോളാണ് ഇറലവൻ്റ് കോളാണ് എന്ന് എടുക്കും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ HA is equal to all columns are relevant. all columns are relevant. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്, ഒരുപാട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. അത് യൂസ് ചെയ്ത് ടെസ്റ്റ്, പി ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെല്ലാം ഓരോ കണ്ടീഷനും ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ കണ്ടത് വെച്ചാൽ ഇതിലൊക്കെ ഓരോ ഇതിൻ്റെ മെട്രിക്സ് വാല്യൂ ഈ ടെസ്റ്റിൽ എങ്ങനെ നമ്മളെ നൾ ഹൈപ്പോത്തിസിസ് അഥവാ ഈ ആൾ കോളംസ് ആർ ഇറലവൻ്റ് എന്നുള്ള കണ്ടീഷന് സാറ്റിസ്ഫൈഡ് എടുക്കണോ അല്ലെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്യണോ എന്നാണ് ഇതിൻ്റെ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു വാല്യൂ അഥവാ ഇപ്പോൾ ഉദാഹരണത്തിൽ പി വാല്യൂ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റിലെ മെട്രിക്സ്. ഈ പി വാല്യൂ ലെസ് ദാൻ 5% അഥവാ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ എന്താക്കും, ഇങ്ങനെയാണ് പി വാല്യൂ കിട്ടിയെങ്കിൽ നമ്മൾ നല്ല ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും, അഥവാ ആൾ കോളംസ് ആർ ഇറലവൻ്റ്. അപ്പോൾ ഇതിനെ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ്, അഥവാ ആൾ കോളംസ് ആർ റിലവൻ്റ് എന്നുള്ളത് കിട്ടും. അതായത് 0.5 പി വാല്യൂ 0.05 കുറവാണെങ്കിൽ അഥവാ 5% കുറവാണെങ്കിൽ, അപ്പം നമുക്ക് ഇങ്ങനെ ഈ 100 കോളത്തിൽ നമ്മൾ എന്താക്കി പി വാല്യൂ കണ്ടെത്തിയാൽ അതിൽ ഒരു 10 കോളത്തിന് മാത്രമേ ഉള്ളൂ പി വാല്യൂ എന്തുള്ള 0.05 കുറവായിട്ട് വന്നത് നോക്കുക. കുറവ് വന്നത് എങ്കിൽ നമുക്ക് എന്താക്കാം, ഈ 100 കോളത്തിൽ നിന്ന് 10 കോളം മാത്രമാണ് റിലവൻ്റ് ആയത്, നല്ല ഹൈപ്പോത്തിസിസ് എന്നെ റിജക്റ്റ് ചെയ്തത്. ഇറലവൻ്റ് അല്ലേ നല്ല ഹൈപ്പോത്തിസിസ്. അപ്പോൾ 10 കോളം മാത്രമേ റിലവൻ്റ് ഉള്ളൂ. ഈ 10 കോളത്തിന് മാത്രമേ നമുക്ക് എടുത്താൽ മതി അനാലിസിസ് ചെയ്യാൻ ലീനിയർ റിഗ്രഷൻ്റെ പ്രൊഡിക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആ ഒരു എലിമിനേഷൻ പർപ്പസാണ് നമ്മൾ സ്റ്റാറ്റ്സ് മോഡൽ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ലീനിയർ റിഗ്രഷനിൽ എല്ലാ കോളവും നമുക്കറിയില്ല, നമ്മൾ നോർമലായിട്ട് എടുക്കും, എല്ലാ കോളത്തിനും അതേപോലെ എടുക്കും, എല്ലാ കോളവും റിലവൻ്റ് ആണ് കണ്ട് മനസ്സിലാക്കും, അസംഷൻ ചെയ്യും. എന്നിട്ട് പി വാല്യൂ ഈ ടെസ്റ്റ് വാല്യൂ നോക്കിയിട്ട് നമ്മൾ റിലവൻ്റ് ആണോ റിലവൻ്റ് ആണോ നോക്കും. അത് നമ്മൾക്ക് അതിൻ്റെ കൊളാബിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതന്നെ ഞാൻ പറഞ്ഞ സംഭവമാണ് ഇത്. ആൾ കോളംസ് ആർ ഇറലവൻ്റ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആൾ കോളംസ് ആർ റിലവൻ്റ്. അപ്പോൾ ഈ 5%-നായിട്ട് കുറവാണെങ്കിൽ നമുക്ക് വാല്യൂങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യും. അത് മീൻസ് നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാൻ ആർ കോളമാണ് റിലവൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ആ റിലവൻ്റ് ആയ കോളം മാത്രമേ നമ്മൾ ഫീച്ചേഴ്സ് നമ്മളെ ഈ മോഡൽ പ്രൊഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിൽ നമുക്ക് S1, S2, S3 എന്നുള്ള 3 ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് പി വാല്യൂ 0.01 അല്ല 0.01 0.8 അഥവാ 80%. അതിൻ്റെ 8ആണ് 80%. പിന്നെ 0.03 ഇങ്ങനെ S3ക്ക് 0.03. അപ്പോൾ ഇതാണുള്ളത്, ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ പി വാല്യൂവിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പി വാല്യൂ ലെസ് ദാൻ
0.5 ആണെങ്കിൽ നമ്മൾ H0 എന്താക്കും, റിജക്ട് ചെയ്യും. എനിക്ക് H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇത് 0.1 അഥവാ 1% 5% കുറവാണ്. അപ്പോൾ റിജക്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ ഈ ഫീച്ചേഴ്സ് നമ്മൾ റിലവൻ്റ് ആണ്. റിലവൻ്റ് എന്നാണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത്. പക്ഷെ ഈ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പി വാല്യൂ 0.1 കിട്ടിയുണ്ട്, റിലവൻ്റ് ആണ്. അപ്പോൾ റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ റിലവൻ്റ് ആയ വാല്യൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ X1 എന്നുള്ള ഫീച്ചേഴ്സ് നമ്മൾ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഫീച്ചേഴ്സ് റിഡക്ഷൻ പർപ്പസ് ആണ് നമ്മൾ ഈ സ്റ്റാറ്റ് മോഡൽസ് കൊണ്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് 80% ആണ്, 8 വേണ്ടത്. അപ്പോൾ 80%, അപ്പോൾ 5 കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോട്ട് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇറലവൻ്റ് തന്നെയാണ്. അപ്പോൾ ഇറലവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അസംഷനും സെയിം ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അതേപോലെ H0 0.03 ആയതുകൊണ്ട് നമ്മൾ എന്താക്കും, 3% ആയതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അസംഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ. ഒരു കാര്യം കൂടി നമുക്ക് പറയാം. അസംഷൻ ലീനിയർ റിഗ്രഷൻ ഒരുപാട് അസംഷൻ ഉണ്ട്. നമ്മൾ ഒറ്റ അസംഷൻ മാത്രമേ നമ്മൾ എന്താക്കുന്നുള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അസംഷൻ, ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അസംഷൻ ഓഫ് ലീനിയാരിറ്റി ആണ്. പിന്നെ നോ മൾട്ടി കൊളിനാരിറ്റി, നോർമാലിറ്റി ഓഫ് റെസിജ്വൽസ്, നോ heteroscedasticity, നോ ഓട്ടോ കോറിലേഷൻ. ഇതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അസംഷൻ ഓഫ് ലീനിയാരിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നു, അഥവാ ഈ അസംഷൻ ഓഫ് ലീനിയാരിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വാല്യൂ എടുത്ത്, ഇത് X, Y. അപ്പോൾ നമ്മളെ ഈ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തായാലും ഒരു ബേസിക്കലി ഒരു ലീനിയർ റിലേഷൻ വേണം. ഉദാഹരണത്തിൽ ഇപ്പോൾ സാലറി, ഏജ്, ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഈക്വൽ ടു ബേസ്ഡ് ഓൺ സാലറി. അപ്പോൾ ഇതിന് ഒരു ലീനിയർ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറി കൂടണം. അതൊരു ലീനിയർ റിഗ്രഷനാണ്. അപ്പോൾ ഒരു ലീനിയാരിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു ബേസിക്കലി ഒരു ലീനിയാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, ലീനിയർ റിഗ്രഷൻ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മൾ സാലറി, നമ്മൾ ചന്ദ്രയാനിലെ ചന്ദ്രയാൻ പിന്നിട്ട കിലോമീറ്റർ ഈസ് ഈക്വൽ ടു ബേസ്ഡ് ഓൺ അവർ സാലറി എന്ന് പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, റിലേഷനൊന്നുമില്ല. ചന്ദ്രയാനിൽ എത്ര പിന്നിട്ടിട്ടുണ്ടോ അത് നമ്മളെ സാലറിയായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ അപ്പുറം ചിലപ്പോൾ നമ്മളെ സാലറി ചന്ദ്രയാൻ പിന്നിട്ട കിലോമീറ്റർ ഒരു 1000 കിലോമീറ്റർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളെ സാലറി സെയിം ആയിരിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്നത്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയാണ് അതുകൊണ്ട് അസംഷൻ ഓഫ് ലീനിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഥവാ ഇന്ന് ഞാൻ പറഞ്ഞു, എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വാല്യൂബിൾ ആണ്, വൈ ആണ് ഡിപെൻഡന്റ് വാല്യൂ. പിന്നെ ബേസിക്കലി ലീനിയർ ഇത് വേണം. ഓക്കെ, റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്ലൈഡിൻ്റെ ആസ്പെക്ട്സിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കൊളാബിൽ നമുക്ക് എങ്ങനെ സ്റ്റാറ്റ്സ് മോഡൽ ചെയ്യാത്തുള്ളതാണ്. ഓക്കെ, വെച്ചാൽ നമ്മൾ കൊളാബ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റ്സ് മോഡൽ, ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് മോഡൽ നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് മോഡലിൽ എങ്ങനെ നമ്മൾ ലീനിയർ റിഗ്രഷൻ കണ്ടുപിടിക്കാൻ. അതിന് ഫസ്റ്റ് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ സാധാരണ പഠിച്ച എല്ലാ സംഭവവും, എല്ലാ ലൈബ്രറിയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക് ലൈബ്രറി ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് ഇമ്പോർട്ട് ചെയ്ത് ബേസിക് ലൈബ്രറി നമ്പേഴ്സ്, NP, pandas, PD, matplotlib, pyplot, PLT, ഇമ്പോർട്ട് Cbonus, SNS. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
നെക്സ്റ്റ് നമ്മൾ അത് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. അതും സാധാ പോലെ ഇമ്പോർട്ട് സ്റ്റാർട്ട് മോഡൽ നടിക്കുക ഡോട്ട് API SM ആയിട്ട് ഈ സ്റ്റാർട്ട് മോഡൽ ലൈബ്രറിനെ നമ്മൾ SM എന്നുള്ള പേരുകൊണ്ട് വിളിക്കുന്നു. ഓക്കെ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനത് ഡാറ്റ സെറ്റ് ഞാൻ എന്താക്കുന്നു ഇമ്പോർട്ട് ചെയ്യണം. ഡാറ്റ സെറ്റ് ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് മതിട്ടോ. ഓക്കെ, ഡാറ്റ സെറ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി നമ്മളെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്ത സെയിം കാർ 24 കാർ പ്രൈസ് clean.csv തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം, നമുക്ക് സാധാ പോലെ ഇതിനെ ഒരു DF എന്നുള്ള ഒരു ഇതിനെ ഈ ഡാറ്റ സെറ്റ് നമ്മൾ CSV ഫോർമാറ്റിലുള്ള അതിനെ പാണ്ടാസിൻ്റെ റീഡബിൾ ഡാറ്റ പാണ്ടാസിൻ്റെ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് read_csv. ഓക്കെ, ദെൻ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ടോ അല്ല ഡബിൾ കോട്ടോനുള്ള ഡാറ്റ സെറ്റ് നെയിം കൊടുക്കണം. ഇതാണ് നമ്മളെ ഡാറ്റ സെറ്റ് നെയിം. ഞാൻ കോപ്പി പേസ്റ്റ് ഇട്ട് അവിടെ എഴുതി കൊടുത്താലും മതി. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ കേസ് വിത്ത് ഡിഫറൻസോ എന്തെങ്കിലും വന്നാൽ അതാ സ്മാൾ കേസ് അതേപോലെ തന്നെ ക്യാപിറ്റൽ കേസൊക്കെ മാറിപ്പോയാലും എറർ വരും. അത് വെക്കാൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം df.head ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് df.head കൊടുക്കുന്നു. അപ്പോൾ ഡാറ്റ ഇത് നമുക്ക് സെല്ലിംഗ് പ്രൈസ്, ഇയർ, കിലോമീറ്റർ ഡ്രിവൺ, ബാക്കി ഓൾ ഡാറ്റാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിന് ആദ്യം ട്രെയിനിങ്ങിന് കൊടുക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് y എന്നുള്ളതിന് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ. അപ്പോൾ y = df സെല്ലിംഗ് പ്രൈസ് selling_price അഥവാ ഈ സംഭവം സെല്ലിംഗ് പ്രൈസ്. ഇതാണ് നമ്മളെ y എന്താണ് നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യണം. y സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? y എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കാരണം അതിൽ നമ്മൾ ഈ കോളം മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് സെയിം സംഭവം തന്നെയാണ് ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ സെയിം ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് നമുക്ക് എക്സ് വേണം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നമ്മൾ y ഔട്ട്പുട്ട് അല്ലേ, ക്യാപിറ്റൽ എക്സ്. y അവിടെ സ്മാൾ ആട്ടോ യൂസ് ചെയ്തത്. നമുക്ക് ഏത് യൂസ് ചെയ്യാം, പക്ഷെ അതിനവിടെ കൊടുത്താൽ മെനു വരുന്നിടത്തും കൊടുത്താൽ മതി. df എക്സ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് അല്ലാത്ത എല്ലാ കോളങ്ങളും നമുക്ക് വേണം അല്ലേ. അപ്പോൾ df.ഡ്രോപ്പ് സെല്ലിംഗ് പ്രൈസ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രോപ്പ് കോളം ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഡയറക്റ്റ് കൊടുത്താൽ മതി. selling_price അണ്ടർസ്കോർ അടിക്കണേ. axis = 1. ഈ ആക്സിസ് = 1 പറഞ്ഞാൽ ആക്സിസ് 0 ആണെങ്കിൽ റോസിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്സിസ് 1 പറഞ്ഞാൽ കോളത്തിലാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ് നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എക്സ് സെല്ലിംഗ് പ്രൈസ് ഈ ക്യാപിറ്റൽ എക്സ് സെല്ലിംഗ് പ്രൈസ് ഇല്ലാത്ത കോളങ്ങളെല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി, രണ്ട് കാര്യവും കിട്ടി. ഔട്ട്പുട്ട് y ആയിട്ട് കിട്ടി, എക്സ് ഇൻപുട്ടായിട്ട് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്താക്കണം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? ടെസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 70% ഡാറ്റ നമുക്ക് ട്രെയിനിങ് പർപ്പസിന് യൂസ് ചെയ്യും. പിന്നെ ഒരു 30% ആ ട്രെയിൻ ചെയ്ത സാധനം ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്
ട്രെയിനിങ്ങിന് യൂസ് ചെയ്യും. അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇനി ഇതിനെ അപ്പൊ എന്താക്കണം, ഈ ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ്ങിനും ട്രെയിനിങ്ങിന്റെ ഡാറ്റയും ടെസ്റ്റിങ്ങിന്റെ ഡാറ്റ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന sklearn മോഡൽ തന്നെയാണ്. sklearn മോഡലിലെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആ പർപ്പസ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാറ്റിക് മോഡൽസിന്റെ യൂസ് ചെയ്യുന്നത് sklearn ലീനിയർ റിഗ്രഷന് പകരം. ഓക്കെ. അപ്പോൾ ഫ്രം ട്രെയിൻ സ്പ്ലിറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് sklearn ഡോട്ട് മോഡൽ selection import train test split. ഓക്കെ. ഇമ്പോർട്ട് ചെയ്ത് നമുക്കറിയാം. അപ്പൊ നമ്മളെ എക്സ് എന്ന് പറഞ്ഞ ട്രെയിൻ സ്പ്ലിറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ആണ് നമ്മളെ ഇൻപുട്ട് അല്ലേ. എക്സിലെ നമുക്ക് ട്രെയിൻ വേണം. എക്സ് അണ്ടർസ്കോർ ട്രെയിന് എക്സിൽ തന്നെ ടെസ്റ്റും ഉണ്ടാവും അല്ലേ. അതാണ് ഈ ഒരു കോഡ് കൊണ്ട്, ഈ ഒരു വരി കൊണ്ട്, ഈ രണ്ട് വരി കൊണ്ട് ഈ എക്സ് ട്രെയിൻ ടെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എസ് ഡാറ്റ നമ്മൾ ട്രെയിൻ പർപ്പസിന് യൂസ് ചെയ്യും, ടെസ്റ്റിന് യൂസ് ചെയ്യും. അതാണ് എക്സ് ട്രെയിൻ. ആ രണ്ട് സാധനത്തിന് ഇതിലേക്ക് ഈ എക്സ് ട്രെയിൻ എസ് ടെസ്റ്റ് എന്നുള്ള രണ്ട് വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നു. ദെൻ അതേപോലെ സ്മോൾ വൈ ട്രെയിൻ വൈ അണ്ടർസ്കോർ ട്രെയിനും വൈ അണ്ടർസ്കോർ നമ്മൾ ഔട്ട്പുട്ട് ടെസ്റ്റും. ഓക്കെ. ഇനി ഈക്വൽ ടു ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ഇതാണ് ആ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഈക്വൽ ടു എക്സ് കോമ എക്സിന് നമുക്ക് എക്സ് ആണ് നമ്മളെ ഇൻപുട്ട് ഡാറ്റ. അതേപോലെ വൈ എക്സ് കോമ വൈ. ഈ എക്സിനെയും അതേപോലെ തന്നെ വൈനെയും നമുക്ക് എന്താക്കണം, സെറ്റ് ചെയ്യാം. കോമയാണ് വേണ്ടേ. ഓക്കെ. കോമ എക്സിനെയും വൈനെയും നമ്മൾക്ക് ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ ടെസ്റ്റ് സൈസ് ഈ 70% ആയിട്ട്, അപ്പോൾ 0.3 അത് നമ്മൾ എക്സ്ട്രാ 80-20 ആണെങ്കിൽ 80 ട്രെയിനിങ്ങിനും 20 ടെസ്റ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.2 കൊടുത്താൽ മതി കേട്ടോ. പിന്നെ റാൻഡം ഒരു കാര്യം കൂടെ നമ്മൾ എഴുതണം. റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 0. ഈ റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതൊരു പ്രാവശ്യം റൺ ചെയ്ത് ഈ ടെസ്റ്റ് റൺ ചെയ്ത് വീണ്ടും ഞാൻ റൺ ചെയ്ത് ആലും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ആ സ്പ്ലിറ്റിങ് കറക്റ്റ് നേരത്തെ ഫസ്റ്റത്തെ റണ്ണിങ്ങിൽ ഏതാണോ നമ്മൾ ടെസ്റ്റ് സ്പ്ലിറ്റ് വന്നത് അത് തന്നെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് 0 കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് അത്രയും മാറ്റാം. ഇപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഇതാക്കുമ്പോൾ വ്യത്യസ്തമായ ട്രെയിൻ ടെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതപ്പോൾ നമുക്ക് ഈ നമ്മൾ ഔട്ട്പുട്ട് പല പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് മാറി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാൻഡം സ്റ്റേറ്റ് 0 കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കത് റൺ ചെയ്ത ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. അല്ല, ഇനി നമുക്ക് ഈ
ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് കോഡോട് എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് വൈ ട്രെയിൻ ഡോട്ട് ഷേപ്പ്. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നു. എക്സ് ട്രെയിൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതിൽ നമ്മൾ 13,874 റോസും 17 കോളങ്ങളും എക്സ്. ഓക്കെ, വൈ ആണെങ്കിൽ ഈ സെയിം റോസ് ഉണ്ട്, പക്ഷെ ഒറ്റ കോളം മാത്രമേ ഉള്ളൂ, അഥവാ സെല്ലിംഗ് പ്രൈസിൻ്റെ ഔട്ട്പുട്ട് മാത്രം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഇവിടെ നമ്മളെ ടെസ്റ്റ് സൈസ് 0.3 എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് 70% ആണ് എടുത്ത്. അതറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യന് ഇവിടെ യൂസ് ചെയ്താൽ മതി. 70 തന്നെ എല്ലാവരും വന്നത്. അഥവാ ലെങ്ത് ഓഫ് എക്സ് ട്രെയിനിൻ്റെ ലെങ്ത്തും അതുപോലെ ലെങ്ത് ഓഫ് എക്സും ടോട്ടൽ എക്സും ഡിവൈഡ് ചെയ്താൽ 0.7%. ഇത് 0.7 മീൻസ് 70% ഇൻറ്റു 100 ചെയ്താൽ മതി. 70% ആണല്ലേ? അപ്പോൾ അതാണ് ഈ ടെസ്റ്റ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 കൊടുത്താൽ 80% ആവും. ഓക്കെ, ഇനി നമ്മൾ വൈ അണ്ടർസ്കോർ ട്രെയിനിനെ നമ്മൾ എന്താക്കും? ഇത് പാണ്ടസ് ഡാറ്റ ഫ്രെയിമിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് വൈ അണ്ടർസ്കോർ അല്ല നമ്പർ അറേ മോഡൽ, സ്റ്റാർസ് മോഡൽ കൂടുതലും നമ്പർ അറേ മോഡൽസ് നമ്പർ അറേയിലാക്കിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യല്. അപ്പോൾ നമ്മൾ ഈ വൈ ട്രെയിനിനെ നമുക്ക് NP ഡോട്ട് അറേ ഈക്വൽ ടു വൈ ട്രെയിൻ. ഓക്കെ, സോറി, വൈ അണ്ടർസ്കോർ ട്രെയിൻ നമ്പർ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത്രേ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പാൻഡസിന്റെ ഡാറ്റ ഫ്രെയിമിനെ നമ്പർ അറേസിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ട്രെയിന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ ട്രെയിന് നമ്പർ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഇനി നമ്മൾ സ്റ്റാർസ് മോഡൽസിൽ നമ്മൾ നേരത്തെ പഠിച്ച സംഭവം നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. SM ഡോട്ട് ആഡ് കോൺസ്റ്റന്റ്. ഇതാണ് അതിൻ്റെ ആഡ് കോൺസ്റ്റന്റ്. മീൻസ് നമുക്കറിയാം W0 ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ W1 x1 plus W2 s2 plus W3 s3 equal to plus W0 equal to y എന്നാണ് ഉണ്ടാവല്. ഓക്കെ, അപ്പോൾ ഈ W0 എന്താക്കുന്ന സ്റ്റാർട്ട് മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ W0 പ്രൊഡിക്ഷൻ ഇന്റർസെപ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ WY ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ 1 കൊടുത്തില്ലേ, ആ പരിപാടിയാണ് ഈ ഇക്വേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. SM ഡോട്ട് ആഡ് കോൺസ്റ്റന്റ് എന്നുള്ളത് ഈ ഒരു പർപ്പസിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. അഥവാ ഇവിടേക്ക് ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് അതിന് വാല്യൂ 1 ആയിട്ട് കൊടുക്കും. ഓക്കെ, ആ ഒരു സംഭവമാണ് അവിടെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടേ, സോറി എക്സ് ട്രെയിനിലേക്കല്ല ആഡ് ചെയ്യേണ്ടേ, എക്സ് അണ്ടർസ്കോർ ട്രെയിൻ എക്സ് ട്രെയിനിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു 1 നമ്മുടെ കോൺസ്റ്റന്റ് 1 ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഈ ഇത് സിംപ്ലിസ് നമുക്ക് കാര്യങ്ങൾ എളുപ്പം വേണ്ടിയിട്ട് സെയിം സാധനത്തിന് നമ്മൾ പുതിയൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
ഓക്കെ. വേരിയബിളിൻ്റെ പേരാണ് എക്സ്, എന്തോ ഡോട്ട് അണ്ടർസ്കോർ എച്ച് എം. ഈ സംഭവം ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെയ്തണ്ട അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ എക്സാം ഇട്ട് ഈ സെയിം സാധനം തന്നെ ഇവിടെ നമുക്ക് കിട്ടല്ലോ. നോക്കിക്കോളൂ. സെയിം സംഭവം മുകളിലത്തെ സെയിം സാധനം തന്നെ കിട്ടിട്ട് മതി. ആ വേരിയബിളിലേക്ക് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മോഡലിൻ്റെ OLS മോഡൽ is equal to sm.OLS ക്യാപിറ്റൽ OLS ഇട്ടിട്ട് എയിലേക്കാ OLS മോഡല് ടെസ്റ്റിംഗ് അവിടെ ഓൾറെഡി കഴിഞ്ഞില്ലേ. y_train പിന്നെ അതേപോലെ തന്നെ കോമ XM എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ട്രെയിനിലെ 1 ആഡ് ചെയ്ത് എക്സ് ട്രെയിൻ. ഓക്കെ. അപ്പോൾ x_, y ട്രെയിനും x_, SM. അപ്പോൾ ഈ നമ്മളെ മോഡൽ ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇനി അതിൻ്റെ മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഓക്കെ നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യണം. അത് ഏത് റിസൾട്ട്സ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ എന്താക്കുന്നു, ഈ മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുന്നു. മോഡൽ ഡോട്ട് ഫിറ്റ്. ഈ മോഡലിന് ഇത് ബ്ലാങ്ക് ഒബ്ജക്റ്റ് ആയിരുന്നു. ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഫിറ്റ് കൊടുത്തു. ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ റിസൾട്ട് കൊടുക്കുക. റിസൾട്ട് ഓക്കെ. റിസൾട്ട്സ് മാത്രമല്ല, റിസൾട്ട്സ് മാത്രം എടുത്താലേ നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ടോട് സമ്മറി എടുക്കണം. സമ്മറിയാണ് കിട്ടേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ പി വാല്യൂം കാര്യങ്ങളെല്ലാം കിട്ടും. എന്താ നമുക്ക് എല്ലാ പരിപാടിയും ഉണ്ട്. ഇതിന് കുറച്ച് ഇതൊരു നല്ലൊരു രസത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുത്താൽ മുന്നിൽ പ്രിന്റ് പോയിട്ടുണ്ടല്ലേ. പ്രിന്റ് ഓക്കെ. യാ, അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം. ഇതിൽ നിങ്ങൾ നോക്കും, ഇതിൽ എല്ലാ മെട്രിക്സുകളും ഇവിടെ ഉണ്ട്. ആർ സ്ക്വയർ വാല്യൂ ഇവിടെ ഉണ്ട്, നമ്മൾ മുന്നേ കണ്ടുപിടിച്ച. അതുപോലെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ മുന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിച്ചില്ലേ. ഇതെല്ലാം ഈ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ ഒക്കെ നമുക്ക് എസ്കെലാണോ ഇതിൽ കണ്ടുപിടിക്കുന്നത്. ആ സെയിം അതിൽ എത്ര സാധനങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടുണ്ടായിരുന്നു, ആർ സ്ക്വയർ, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഒക്കെ. അപ്പോൾ അത് കിട്ടും. അതിന് അഡീഷണൽ ആയിട്ട് ബാക്കി കുറേ സംഭവങ്ങളുണ്ട്. ഹൈപ്പോതെസിസ് ടെസ്റ്റിൻ്റെ ടി വാല്യൂ ഉണ്ട്, പി വാല്യൂ ഉണ്ട്, എന്തൊക്കെ സ്റ്റാൻഡേർഡ് എറർ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പി വാല്യൂ മാത്രമാണ്. മനസ്സിലായില്ലേ? ഈ പി വാല്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞു പി വാല്യൂ 0.05 ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ പിന്നെ നമ്മളെ ഹൈപ്പോത്തിസിസ്, നമ്മളെ അസംഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മളെ ഫീച്ചേഴ്സും ഇറിലവൻ്റ് ആണ്. അപ്പോൾ ഇതിനായിട്ട് കുറവ് വാല്യൂ കിട്ടിയാൽ നമ്മൾ റിലവൻ്റ് ആക്കി എടുക്കും. അപ്പോൾ ഇവിടെ പി വാല്യൂ നിങ്ങൾ നോക്കും 0.68 അഥവാ 0.05 കൂടുതലാണ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ഫീച്ചേഴ്സാണ്. അത് നമുക്ക് ഇറിലവൻ്റ് ആയിട്ട് എടുക്കാം. എന്നാൽ ഇയറിൻ്റെ ഫി വാല്യൂ 0.00 ആണ്, അഥവാ 0.05 കുറവ്. അപ്പോൾ ഇയർ നമുക്ക് റിലവൻ്റ് ആണ്. ഓക്കെ. അതുപോലെ കിലോമീറ്റർ ട്രിവണും 0 ആണ്. അപ്പോൾ അതും പോയി വാല്യൂ റിലവൻ്റ് ആണ്. മൈലേജ് 0 ആണ്, എല്ലാം റിലവൻ്റ് ആണ്. പിന്നെ 0.03 ടെസ്റ്റ് മാർക്ക് ഡീലർ 0.03 ആണ്, അഥവാ 0.05 കുറവ് തന്നെ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ
0.23 അഥവാ 23 ഇലക്ട്രിക് LPG. അപ്പോൾ അത് നമുക്ക് 0.05 കുറവ് കൂടുതലായതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. ഈ ഫീച്ചർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ്, ഈ ഒരു സ്റ്റാർസ് മോഡൽസ് കൊണ്ട് നമുക്കുള്ള ഉപകാരം. മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കില്ലെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡിക്ഷൻ വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. അതിന് റിസൾട്ട്സ് ഡോട്ട് പ്രഡിക്റ്റ് ഏതിലേക്ക് XSM, അത് XSM. XSM എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഡാറ്റ അല്ലേ. ഇവിടെ XSM ആയിട്ട് നമ്മൾ എടുത്തത് XSM ആർഡിനറി കോൺസ്റ്റന്റ് X ട്രെയിൻ എന്നുള്ള ഈ ഒരു ഡാറ്റന്റെ ഇതാണ് ട്രെയിനിങ്ങിന്റെ പ്രൊഡിക്ഷൻ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇത്രയാണ് സ്റ്റാർസ് മോഡൽസിൽ എനിക്ക് പറയാനുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.